ഇനിഷ്യൽ സെഷനിൽ ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത്? പലപ്പോഴും ബിഗിനർ തെറപ്പിസ്റ്റിന് കുറച്ച് കൺഫ്യൂസിങ് ആവാറുള്ള ഒരു കാര്യമാണല്ലേ ഇത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യേണ്ടത്, ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് നമ്മൾ തീരെ മിസ് ഔട്ട് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലയൻസിനോട് ചോദിക്കേണ്ടത്, അവരെ സേഫ് ആക്കാനും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാനും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. സോ ഇതിനെ പറ്റിയെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ എം അഷിത നവാൽ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം ഏറ്റവും ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദ ബിഗിനിങ്. പലപ്പോഴും ഫസ്റ്റ് 10 മിനിറ്റ്സിലാണ് നമ്മുടെ റാപ്പോ ബിൽഡിങ്ങും ക്ലയൻറ്റ് കംഫർട്ടബിൾ ആവുന്ന ആ ഒരു കാര്യമൊക്കെ നടക്കുക. പക്ഷെ എപ്പോഴും ഈ 10 മിനിറ്റ്സ് എന്നുള്ളത് റിജിഡായിട്ട് നിൽക്കണം എന്നില്ല. ചിലപ്പോൾ അത് 10 മിനിറ്റ്സ് കഴിഞ്ഞും പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ബിഗിനിങ്ങിനെ പറ്റി മിക്ക ആൾക്കാർക്കുള്ളൊരു ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ അറൗണ്ട് ഉള്ളൊരു മിത്താണ്, ക്ലയൻറ്റ് നേരെ വരുന്നു, അവരവരുടെ പ്രശ്നങ്ങളൊക്കെ അത്ര ഓപ്പൺ ആയിട്ട് നമ്മുടെ അടുത്ത് പറയുന്നു, അവർ പോകുന്നു. പക്ഷെ ഇതവിടെ നടക്കാൻ പോകുന്നില്ല. ക്ലയൻറ്റ്സ് നമ്മുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കംഫർട്ടബിൾ ആക്കണം. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ബിഗിൻ വിത്ത് സ്മോൾ ടോക്സ്. ആദ്യം തന്നെ വന്ന് കയറുമ്പോൾ തന്നെ ഒരു ക്ലയൻറ്റിനോട് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ഇപ്പോൾ തെറപ്പി എടുക്കാൻ തോന്നിയത് എന്ന് ചോദിക്കുന്നതിന് പകരം അവരുടെ ഡെമോഗ്രഫിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അവരുടെ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചാൽ അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കുക. അതിനുശേഷം നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ക്ലയൻറ്റിന് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ബൗണ്ടറിനെ പറ്റി പറഞ്ഞു കൊടുത്തിരിക്കണം എന്നുള്ളത്. ഇതൊരു സേഫ് സ്പേസ് ആണ്. നിങ്ങളിവിടെ ഷെയർ ചെയ്യുന്നത് എത്ര വൾണറബിൾ ഇൻഫർമേഷൻ ആയാലും ആ ഇൻഫർമേഷൻ കാരണം നിങ്ങൾക്കോ മറ്റൊരാൾക്കോ ഹാം ഉണ്ടാവാത്തിടത്തോളം കാലം ഞാനിത് ആരോടും ഷെയർ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ക്ലയൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓൾസോ നമ്മൾ തമ്മിലുള്ളത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണെന്നും ഈ ബൗണ്ടറീസ് എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്യുമെന്നും അത് എൻ്റെയും താങ്കളുടെയും സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ക്ലയൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതിന് ശേഷം അവർ ആങ്ഷ്യസ് ആവാനും അവർ നമ്മളോട് സംസാരിച്ച് തുടങ്ങാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ അവരെ വീണ്ടും കംഫർട്ടബിൾ ആക്കാൻ കുറച്ച് ടൈം എടുത്തോളൂ. റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നാൽ മതി. എപ്പോഴാണോ സംസാരിക്കാൻ തോന്നുന്നത് അപ്പോൾ സംസാരിച്ചാൽ മതി. ഞാനിവിടെ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ക്ലയൻറ്റിനെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് ദ റാപ്പോ ബിൽഡിംഗ് പാർട്ട് ഓഫ് അവർ ഇനീഷ്യൽ സെഷൻ. അടുത്തതാണ് ദ കോർ ഓഫ് ദ സെഷൻ. ഈ സമയത്താണ് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലാണ് നമ്മൾ ക്ലയൻറ്റിൻ്റെ പ്രശ്നത്തിനോട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് സംസാരിച്ച് പോകുന്നത്. അതിന് ആദ്യം തന്നെ നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് എന്താ പ്രശ്നം, വാട്ട്സ് റോങ് എന്ന് ചോദിക്കുന്നതിന് പകരം ഓൾവേസ് പ്രിഫർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. വാട്ട് ബ്രിങ്സ് യു ഹിയർ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു സെഷൻ എടുക്കണം എന്ന് തോന്നിയത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. ഓൾസോ നമ്മൾ പ്രീവിയസ്ലി ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ക്ലയൻറ്റ് നമുക്ക് തരുന്ന ഇൻഫർമേഷനിൽ നിന്ന് വേണം നമ്മൾ ഫെർദർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. ഫോർ എക്സാമ്പിൾ, ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് പറയാണ് വർക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ആണ്, വർക്കിൽ തീരെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ക്ലയൻറ്റ് നമ്മളോട് പറയുന്നതെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തി വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചോദിക്കാൻ. എങ്ങനെയാണ് വർക്ക് സ്ട്രെസ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് അത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫാമിലി ലൈഫിനെയോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയോ ഒക്കെ എങ്ങനെയാണ് ഈ വർക്ക് സ്ട്രെസ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ക്ലയൻറ്റ്സ് പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചോദിക്കാൻ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ക്ലയൻറ്റ്സിൻ്റെ അടുത്തുനിന്ന് കുറച്ച് കീ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രസൻറ്റിങ് കൺസേൺസ് എന്താണെന്നുള്ളത് അവരിൽ നിന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ അവർക്ക് കറൻ്റ്ലി അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് അവരിപ്പോൾ തെറപ്പി എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കണം. പിന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്ന ഇഷ്യൂവിൻ്റെ സിവിയറിറ്റി ആൻഡ് ഡ്യൂറേഷൻ. ഇപ്പോൾ അവർ പറയാണ് അവർക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എത്ര നാളായിട്ട് അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സിവിയറിറ്റിയിലാണ് ഈ സ്ട്രെസ്സ് അവരെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് സേഫ്റ്റി അസസ്മെൻറ്റ്. ക്ലയൻറ്റിനോ അവരുടെ അറൗണ്ട് ഉള്ള ആർക്കെങ്കിലുമോ ക്ലയൻറ്റ് കാരണം ഒരു ഇമ്മീഡിയറ്റ് റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്തിരിക്കേണ്ടതും, അഥവാ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ട സ്റ്റെപ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാര്യമാണ് സപ്പോർട്ട് സിസ്റ്റം.
ക്ലയൻറ്റിൻ്റെ എറൗണ്ട് ഇപ്പോൾ അവർക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ടോ, അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം വന്നാൽ അവർക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് സിസ്റ്റം അവരുടെ എറൗണ്ട് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് തെറപ്പി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് തെറപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസ് പ്ലാൻ ചെയ്യാനും ആ ഒരു സെഷൻസ് എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം എന്ന് നമ്മളെ സഹായിക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെഷൻ എങ്ങനെ എൻഡ് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ഒരു 1 hour സെഷനൊക്കെ ആണെങ്കിൽ 59 മിനിറ്റും ക്ലയൻറ്റ് സംസാരിച്ചിട്ട് ലാസ്റ്റ് ഒരു 1 minute ആണ് നമ്മൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിന് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് എനിക്കൊരു ക്ലോഷർ ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരുന്നു, തെറപ്പിസ്റ്റ് ഫുൾ ടൈം കേട്ടോണ്ടിരുന്നു എന്നുള്ള രീതിയിൽ ക്ലയൻറ്റിന് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കറക്റ്റായിട്ട് ഒരു 15 minutes ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ജെൻറ്റിലായിട്ട് ഇൻട്രപ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തും സമ്മറൈസ് ചെയ്തും കൊടുക്കുക. പക്ഷേ ക്ലയൻസ് അവർക്ക് ഭയങ്കര ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറി ഭയങ്കര ഹാർഷായിട്ട് ഇൻട്രപ്റ്റ് ചെയ്ത് ഓക്കെ ടൈം കഴിഞ്ഞു ഞാൻ ഇനി വീട്ടിൽ പോവാണ് എന്നുള്ള രീതിയിൽ സെഷൻ എൻഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സെഷൻ തീരുന്നതിന് കുറച്ച് മുമ്പ് ജെന്റ്ലി ഇൻട്രപ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നുള്ളൊരു കാര്യമാണ് ഇനി നടക്കാൻ പോകുന്ന പ്രൊസീജിയർ എന്താണ്, നമ്മൾ എന്തായിരിക്കും ഇനി വരുന്ന സെഷൻസിൽ ചെയ്യാൻ പോകുന്നത്, എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഫോളോ അപ്പ് വയ്ക്കാൻ പോകുന്നത്, ആ ഫോളോ അപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത്, നമ്മൾ CBT ആണോ എടുക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കേസിൽ CBT യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ക്ലയൻസിനെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും സെഷൻ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത കാര്യമാണ് സെഷൻ എൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള എൻകറേജിങ് ആയിട്ടുള്ള ഒരു നോട്ടിൽ എൻഡ് ചെയ്യുക എന്നുള്ളത്. നമുക്കിത് ഡീൽ ചെയ്യാം, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്, സോ ധൈര്യമായിട്ടിരിക്കൂ എന്നുള്ള രീതിയിൽ വേണം നമുക്ക് സെഷൻ എൻഡ് ചെയ്യാൻ. സോ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനിഷ്യൽ സെഷൻസ് ക്ലയൻറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ബ്രാൻഡിങ് കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ ക്ലയൻസ് ഫോളോ അപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഇനിഷ്യൽ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ബേസിസിലാണ്. സോ ഇനിഷ്യൽ സെഷൻ നല്ല രീതിയിൽ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ തോട്ട്സും ഫീഡ്ബാക്സും കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.